കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിസന്ധി. ആൻജിയോപ്ലാസ്റ്റി നടത്താനുള്ള ഉപകരണങ്ങളില്ലെന്ന് കാർഡിയോളജി വിഭാഗം. ഇന്നു മുതൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങും. കോടികളുടെ കുടിശ്ശികയുള്ളതോടെ വിതരണക്കാർ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിയിരുന്നു. ഇതാണ് പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. വിശദാംശങ്ങളുമായി ശിവദാസ് കർമ്മനം ചേരുകയാണ്. ശിവദാസ്, നേരത്തെയും ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. പിന്നീട് താൽക്കാലികമായി പണം നൽകി പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ശാശ്വതമായ പരിഹാരമാണ് അനിവാര്യമെന്ന ആ ഘട്ടത്തിൽ തന്നെ ആവശ്യം ഉയർന്നിരുന്നു. പക്ഷേ ഒരു നടപടിയും മെഡിക്കൽ കോളേജ് അധികൃതരോ സർക്കാർ സംവിധാനങ്ങളോ സ്വീകരിച്ചില്ല. അതിൻ്റെ ഒരു അനന്തരഫലം തന്നെയാണ് സാധാരണ രോഗികൾ അനുഭവിക്കേണ്ടി വരുന്നത്, അല്ലേ? തീർച്ചയായും KP സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെയും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പോൾ താൽക്കാലികമായി ആ സമയത്ത് പണം നൽകിയിരുന്നു. പക്ഷേ പിന്നീട് ഈ പണം നൽകാതിരിക്കുന്ന അത് തുടർന്ന് അതോടെ ഇപ്പോൾ വീണ്ടും കടുത്ത ഒരു പ്രതിസന്ധിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഹൃദയ ശസ്ത്രക്രിയയാണ് ഇതുവഴി മുടങ്ങുന്നത്. ഇന്ന് മുതൽ ഹൃദയ ശസ്ത്രക്രിയ ഉണ്ടാകില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാർഡിയോളജി വിഭാഗം തന്നെ പറഞ്ഞിരിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ഉപകരണങ്ങൾ പോലും ഇവിടെ ഇല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് നിലവിൽ ഈ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന വിതരണക്കാർ വിതരണം നിർത്തിയതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ഏകദേശം 200 കോടിയിലേറെ രൂപയാണ് കുടിശ്ശികയായി ഇവർക്ക് നൽകാനുള്ളത്. പലതവണ ഇവർ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇവർ വിതരണം നിർത്തിയിരിക്കുന്നത്. ഇനിയും ഇത് തുടർന്നു പോയാൽ ഭീമമായ നഷ്ടം വിതരണക്കാർക്ക് ഉണ്ടാകും. ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ വിതരണം നിർത്തിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉള്ളത്. അതോടൊപ്പം തന്നെ രോഗികളും കടുത്ത വിഷമത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഹൃദയരോഗം ഉള്ള പല ആളുകളും, ചില ആളുകൾക്ക് ഗുരുതരമായ സാഹചര്യമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ മലബാറിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആതുരാലയ കേന്ദ്രം കൂടിയാണ്. കണ്ണൂരിൽ നിന്നും വയനാട്ടിൽ നിന്നും മലപ്പുറത്തു നിന്നും അടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിരവധി രോഗികൾ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള നിരവധി രോഗികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ആശ്രയിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള രോഗികളെ എല്ലാം തന്നെ കടുത്ത പ്രയാസത്തിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ ഒരു ശസ്ത്രക്രിയ നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇത് സർക്കാരിൻ്റെ കടുത്ത അനാസ്ഥ തന്നെയാണ്, ആരോഗ്യവകുപ്പിൻ്റെ കടുത്ത അനാസ്ഥ തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഇപ്പോഴും ഒരു ഇടപെടലും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പ് മറ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് രോഗികളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഇത് ഇനിയും വരും ദിവസങ്ങളിൽ തുടരും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ ഒരു ചലനവും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇടപെടൽ പോലും ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കടുത്ത പ്രയാസത്തിലാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള രോഗികൾ. KP, സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയിൽ താളം തെറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം. ശിവദാസ് കനമനമാണ് വിവരങ്ങൾ നൽകിയത്.